വെയിറ്റ് കൺട്രോൾ ചെയ്താൽ PCOD കുറയും എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഈ വെയിറ്റ് കൺട്രോൾ ചെയ്തിട്ടും ചിലവർക്ക് റെഡി ആവണില്ല. അപ്പോൾ എവിടെയാണ് എറർ? PCODനെ പറ്റിയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ അടുത്ത് വന്ന ഒരു 4 എൻക്വയറീസ്. അതായത് ഒരാൾ ഫസ്റ്റ് വൺ പറയുന്നത് PCOD ഉണ്ട്, 4 മാസം കൂടുമ്പോഴാണ് പീരീഡ്സ് ആവുന്നത്. അയാളുടെ കൺസേൺ പീരീഡ്സ് ഇറഗുലാരിറ്റി ആണ്. രണ്ടാമത്തെ ആൾക്ക് 8 മാസമായിട്ട് പീരീഡ്സ് ഇല്ല, വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, മധുരം നന്നായിട്ട് കഴിക്കുന്നുണ്ട്, പീരീഡ്സ് ഇടയ്ക്കൊക്കെ മിസ്സിങ് ആവുന്നുണ്ട്. മൂന്നാമത്തെ ആൾക്ക് PCOD ഉണ്ട്, തടി കൂടി വരുന്നുണ്ട്, നല്ല ക്ഷീണമുണ്ട്. നാലാമത്തെ ആൾക്കെന്ന് വെച്ചാൽ PCOD ഉണ്ട്, പീരീഡ്സ് ആവുന്നില്ല, പക്ഷെ ദേഷ്യം ഭയങ്കര കൂടുതലാണ്, മൂഡ് സ്വിങ്സ് നല്ലോണം ഉണ്ട്. ഈ 4 കേസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ആൾക്കും 4 പ്രസൻറ്റേഷനാണ്. അതായത് PCOD പേഷ്യൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് PCODയുടെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഓരോരുത്തരിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈച്ച് പേഷ്യൻ്റ് ഈസ് ഡിഫറെൻറ്റ്, ട്രീറ്റ്മെൻറ്റും പേഴ്സണലൈസ്ഡ് ആയിരിക്കണം. അതായത് പേഷ്യൻറ്റിന് അറിയണം, ആളുടെ ലൈഫ് സ്റ്റൈൽ അറിയണം, എന്തെങ്കിലും ട്രിഗേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്തണം. അതിനനുസരിച്ചിട്ടുള്ളൊരു പ്ലാൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആക്കാൻ പറ്റും. അല്ലാതെ ബ്ലൈൻഡായിട്ട് എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ പ്ലാൻ ഫോളോ ചെയ്തുകൊണ്ടോ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തുകൊണ്ടോ അത് കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. യഥാർത്ഥ കാരണം കണ്ടെത്തി അത് ട്രീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ.